അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. നിശ്ചയമായും പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ആ അല്ലാഹുവിന്റെ കൂടാതെ ആ റബ്ബിനോടൊപ്പം നിങ്ങൾ മറ്റാരെയും വിളിച്ചു ദുആ ചെയ്യരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ വെച്ച് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും പള്ളികളുണ്ടോ? ഉണ്ട്. ഉദ്ഘാടന ദിവസം പോലും യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ 1000 തവണ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഖുതുബിയ്യത്ത് നടത്തിക്കൊണ്ട് ആ വിഷയത്തിലുള്ള അതേപോലെയുള്ള സമാനമായ ബിദ്അത്തുകളും ശിർക്കൻ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന റബ്ബിന്റെ ഭവനങ്ങളുണ്ട്. അതുപോലെ തന്നെ പല അവസരങ്ങളിലും അവിടെ വെച്ച് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഗദ്യങ്ങളും പദ്യങ്ങളും കലർന്നിട്ടുള്ള മൗലിദ് പാട്ടുകളും മൗലിദ് കിതാബുകളും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പള്ളികളുണ്ട്. പള്ളികൾ അതിനുള്ളതല്ല. അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ റബ്ബല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സംവിധാനം പാടില്ല, എവിടെയും പാടില്ല എന്ന ഗൗരവത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മസ്ജിദുകൾ എന്ന് പറയുന്നത് എല്ലാത്തിനുമുള്ള കേന്ദ്രമായിരുന്നു. അവർ ഇൽമ നേടിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മിമ്പറിൽ നിന്നായിരുന്നു. ഏതൊരു സാധാരണക്കാരനും അല്ലാത്തവർക്കും എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയ്ക്ക് അതാത് കാലഘട്ടങ്ങളിലെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പാരായണം ചെയ്ത് കേൾപ്പിച്ച് ജനങ്ങൾക്ക് ഉത്ബോധനം നടത്താറ് പതിവുണ്ടായിരുന്നു. അവിടുത്തെ ജുമുഅ ഖുതുബകൾ അങ്ങനെയായിരുന്നു. അവിടുന്ന് നടത്തിയ 100 കണക്കിന് ജുമുഅ ഖുതുബകളുണ്ട്. ആ ഖുതുബകളൊക്കെ ഏത് ഭാഷ എന്നുള്ളതല്ല പ്രശ്നം, അവിടെ കൂടിയ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഖുതുബകളായിരുന്നു.